ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു നല്ല ഇൻഫർമേഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തംബ്നെയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇറ്റ് ഈസ് അബൌട്ട് ട്രെൻഡ്സ്. എന്താണ് ഈ ട്രെൻഡ്സ് എന്ന് വെച്ചാൽ, ഇന്റീരിയർ ഡിസൈനിൽ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു കാര്യം ഇറങ്ങിക്കഴിഞ്ഞാൽ, മേ ബി ഒരു വാൾ പാനലിംഗ് ആയിരിക്കാം, ഒരു വാൾ പേപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പെയിന്റിന്റെ കളർ ആയിരിക്കാം. ഇതൊക്കെയാണ് പുതിയ ട്രെൻഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സോഫയുടെ ഒരു ഫർണിച്ചർ ഒരു പുതിയ രീതിയിൽ ഉള്ളതായിരിക്കാം. അപ്പോൾ ഒരു ട്രെൻഡിയാണ് എന്ന് അതിനെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന എങ്ങനെയാണ് മനുഷ്യർ? സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോഴൊക്കെ ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലെ യൂട്യൂബിലും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഒരുപാട് വീഡിയോസ് ആ ഒരു പെർട്ടിക്കുലർ ട്രെൻഡ് എല്ലാവരും ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നുമോ ഇത് നല്ല അടിപൊളിയാണെന്ന്. അപ്പൊ എൻ്റെ ക്ലയൻസും വന്ന് ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, എനിക്കിങ്ങനെ ട്രെൻഡി ആയിട്ടുള്ള ഇപ്പൊ ട്രെൻഡിലിരിക്കുന്ന സാധനം ഇതാണ്, ഇതുപോലെ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തരണം. അപ്പൊ ഇതിൽ പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ട്രെൻഡ് ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഇത് കുറച്ചു കാലം നമ്മളിത് കണ്ടുവരുമ്പോഴത്തേക്ക് ഇത് പലവരും ഇത് അവരുടെ വീട്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഈ നമ്മൾ സാരി വാങ്ങിക്കാനായിട്ട് കടയിൽ പോകുമ്പോൾ ആദ്യം ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള സാരിയാണെന്നും പറഞ്ഞ് നമ്മൾ മേടിക്കും. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളത് ഉടുക്കാറേ ഇല്ല അല്ലേ? അറ്റ്ലീസ്റ്റ് എൻ്റെ കേസിൽ അങ്ങനെയാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ട് പോയാലും മറ്റൊരാളുടെ കയ്യിലും അതേ സാരി കാണും. പലവരും അത് റെപ്പിറ്റേറ്റീവ് ആയിട്ട് ഉടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനോടുള്ള ഒരു കൗതുകം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പുതുമ നഷ്ടപ്പെടും. അപ്പൊ അതേ പ്രോബ്ലം ആണ് ഈ ട്രെൻഡ് ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് ഉള്ള ഇഷ്യൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമുക്ക് വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ചിലർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മൾ എപ്പോഴും ഇന്റീരിയേഴ്സ് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. വളരെ എക്സ്പെൻസീവ് ആണല്ലേ. ഒരു സാരി ആണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് പോയി മേടിക്കാം. പക്ഷെ ഇന്റീരിയേഴ്സ് ആകുമ്പോഴത്തേക്ക് അത്ര പെട്ടെന്ന് നമുക്ക് അതിന്റെ കളേഴ്സ് മാറ്റാൻ പറ്റത്തില്ല. സോഫയൊക്കെ എല്ലാ വർഷവും മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിനെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഇന്റീരിയേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്നത്? അത് ഭയങ്കര സിമ്പിൾ ആണെന്ന് വെച്ചാൽ ഇന്റീരിയർ ഡിസൈനിൽ ചില റൂൾസ് ഉണ്ട്. അപ്പൊ ആ ബേസിക് റൂൾസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ടും ന്യൂട്രൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അതേ സമയത്ത് വേറൊരു കാര്യം കൂടി വേണം. എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിന് എപ്പോഴും നമ്മുടെ പേഴ്സണാലിറ്റിയും കൂടി നമ്മൾ അതിന് കൊടുക്കണം. ദാറ്റ് മീൻസ് നമ്മൾ ആരാണോ അവർ ഹോം ഷുഡ് സ്പീക്ക് അബൌട്ട് അവർ സ്റ്റോറി അല്ലേ? അപ്പൊ ഈ ട്രെൻഡി ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഒരു ചെറിയ 2-3 കാര്യങ്ങൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഈ ടിപ്പിക്കലി കാണുന്ന വാൾ ട്രിംസ് ഉണ്ടല്ലോ, അതിപ്പോ ഒരു ഭയങ്കര ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ ഏത് വീട്ടിൽ പോയാലും ഈ പറയുന്ന ട്രിംസ് ഞാൻ കാണാറുണ്ട്. പല വീടുകളിലും കുറച്ചൊരു രസമായിട്ടൊക്കെ ആൾക്കാർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അതിൽ വാൾസിലെല്ലാം വാൾ ട്രിംസ് വെക്കാറുണ്ട്. അത് മോശമായിട്ട് കാണാറില്ല. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു യുണീക്നെസ് നഷ്ടപ്പെട്ടോ എന്ന് എനിക്കൊരു തോന്നല്. പിന്നെ കുറച്ചു കാലം മുമ്പേ, ഒരു 10 കൊല്ലം മുമ്പേ, ഏതോ ഒരു വലിയ ഇന്റീരിയർ ഡിസൈൻ ഫേം അവർ ക്രോക്കറി യൂണിറ്റിന്റെ, അതായത് ഡൈനിങ് ഏരിയയിൽ ക്രോക്കറി യൂണിറ്റിന്റെ സൈഡിൽ, ഐ മീൻ അതിന്റെ വാളില് ചെക്കേർഡ് ആയിട്ടുള്ള മിറേഴ്സ് ഇങ്ങനെ ഒരു ഡിസൈൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ സമയത്തുള്ള എല്ലാ വീടുകളിലും ക്രോക്കറി യൂണിറ്റിന്റെ വാള് ഫുൾ ചെക്കേർഡ് മിറേഴ്സ് ആയിരുന്നു. ഞാൻ തന്നെ വിസിറ്റ് ചെയ്യുന്ന പല വീടുകളിലും ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. എൻ്റെ ക്ലയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അതൊരു ട്രെൻഡ് തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് അതിന്റെ യുണീക്നെസ് വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു. എന്നാൽ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ്. ബിക്കോസ് വാൾ പാനലിംഗ് നമ്മളത് വാളിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുന്ന കാര്യമാണ് അല്ലേ? അത് എക്സ്പെൻസീവ് ബാവലിംഗ് ചെയ്തിട്ടുള്ള മിറർ വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്താ, ബൈങ് ഫർണിച്ചർ ഗോയിങ് വിത്ത് ദ ട്രെൻഡ്. ട്രെൻഡി ആയിട്ടുള്ള കാര്യങ്ങൾ വേണം എന്ന് വിചാരിച്ചിട്ട് ഒരു സെക്ഷണൽ സോഫ, എൽ ഷേപ്പ് സോഫ, ഇതെല്ലാം പലരും അങ്ങ് പോയി അവരുടെ മെഷർമെന്റ്സ് ഒന്നും എടുക്കാണ്ട് ട്രെൻഡി ആണല്ലോ എന്ന് വെച്ചിട്ട് പോയി മേടിച്ചുകൊണ്ട് വരാറുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റും. ബിക്കോസ് എല്ലാ അപ്പാർട്ട്മെന്റ്സിലോ എല്ലാ വീടുകളിലും ചിലപ്പം എൽ ഷേപ്പ് സോഫാസ് ചേരത്തില്ല. ചിലപ്പോൾ അതിനു വേണ്ടി സ്ഥലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഇന്റീരിയേഴ്സുമായിട്ട് ചിലപ്പോൾ അത് മേർജ് ചെയ്തും പോകത്തില്ല. സോ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ആർ ടു ബി കൺസിഡേർഡ് ബിഫോർ ഫോളോയിങ് എ ട്രെൻഡ്. അപ്പൊ നിങ്ങൾ ചോദിക്കാം, എന്തുകൊണ്ടാണ് എനിക്ക് ട്രെൻഡ്സ് ഇഷ്ടമില്ലാത്തത്? ട്രെൻഡി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ട്രെൻഡി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ അത് പെട്ടെന്ന് തന്നെ എൻ്റെ നിന്ന് പോവും. പുതിയ ട്രെൻഡ്സ് വരും. അപ്പൊ അത് റീപ്ലേസ് ചെയ്യാൻ മാത്രം എനിക്ക് അഫോർഡബിലിറ്റി ഉണ്ടോന്നും കൂടി ഞാൻ ചോദിക്കും. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ട്രെൻഡ്സ് ഫോളോ ചെയ്യുന്നത് കുറച്ചുകൂടി നമ്മുടെ ബ്രില്യൻസും കൂടെ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ട്രെൻഡ് ആണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ വളരെ നാടൻ സ്റ്റൈലിൽ ഒരു വീട് ഉണ്ടാക്കിയിട്ട് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു മോഡേൺ മോഡുലർ കിച്ചൺ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് അവിടെ മിസ്ഫിറ്റ് ആയിരിക്കും. എത്ര ചെലവാക്കിയാലും അതൊരു ടോട്ടൽ മിസ്ഫിറ്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഡിഫറെന്റ് സ്റ്റൈൽസ് തമ്മിൽ ചിലപ്പം കമ്പൈൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, എല്ലാ വീടുകൾക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. എവ്രി ഹൗസ് ഷുഡ് സ്പീക്ക് ദ ഹൗസ് ഓണേഴ്സ് സ്റ്റോറി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ട്രാവൽ ചെയ്ത സ്ഥലങ്ങളുടെ എന്തെങ്കിലും ഒരു ആർട്ടിഫാക്റ്റ് വെക്കുക,
ഇപ്പം എൻ്റെ പേഴ്സണാലിറ്റിക്ക് ഒത്ത പോലത്തെ, ഇപ്പം എനിക്ക് കോട്ടൺസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സട്ടിൽ പ്രിന്റ്സ്, സട്ടിൽ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം, അതായത് പേസ്റ്റൽ ഷെയ്ഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ പേഴ്സണാലിറ്റിക്ക് ഒത്ത പോലത്തെ സംഭവങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ വെക്കുമ്പോഴാണ് അത് എൻ്റെ ഒരു യുണീക്ക് പേഴ്സണൽ സ്പേസ് ആയിട്ട് മാറുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ മോഡുലർ കിച്ചണിൽ റെഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു ഭയങ്കര ഫേമസ്. ഐ എം ടോക്കിംഗ് അബൌട്ട് 15-20 ഇയേഴ്സ് ബാക്ക്. എല്ലാവരുടെ വീട്ടിലും റെഡ് ആൻഡ് വൈറ്റ് കിച്ചൺ ആയിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് ട്രെൻഡായി മാറി. പക്ഷെ കിച്ചൺ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. സോ അതൊരു ഇഷ്യൂ ഉണ്ട്. പിന്നെ വാൾ കളേഴ്സ്, പെയിന്റിംഗ് ഒക്കെ ഇന്നത്തെ കാലത്ത് വളരെ എക്സ്പെൻസീവ് ആണ് അല്ലേ, വാൾ പെയിന്റ്സ്. അപ്പം വാൾ കളേഴ്സ് നമ്മൾ വളരെ ഗോഡി ആയിട്ടുള്ള, വളരെ ട്രെൻഡി ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡാർക്ക് കളേഴ്സ് കൊടുക്കുമ്പോൾ കുറച്ച് കാലത്തിൽ തന്നെ പുതിയ ട്രെൻഡ്സ്, പുതിയ കളേഴ്സ് വരും. ഇൻഫാക്ട് ഇവിടെ US ആണെങ്കിൽ എവറി ഇയർ, അതായത് 2025 ഒരു പെയിന്റ് കളർ അവർ ഇറക്കും. അത് കഴിയുമ്പോൾ 2026 എന്ന് പറഞ്ഞു വെച്ചാൽ പുതിയ കുറേ ഷെയ്ഡ്സ് ഇറക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് എല്ലാം നമ്മൾ മാറ്റാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് ചോദ്യം എന്താണ്? അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇന്റീരിയേഴ്സ് ചെയ്യാനുള്ളത്? നമുക്കത് കാണാനായിട്ട് ട്രെൻഡി ആയിട്ട് ഇരിക്കുകയും വേണം, എന്നാൽ നമ്മളൊരു ടിപ്പിക്കൽ സോ കോൾഡ് ട്രെൻഡ് ഫോളോ ചെയ്യാനും പാടില്ല. എന്ന് പറയുമ്പം ആദ്യം നമ്മൾ ചെയ്യാനുള്ള എന്താണ്? കുറച്ച് ഹോംവർക്ക് ചെയ്യണം അല്ലേ? എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഇൻഫർമേഷൻ അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ, പിന്നെ പിൻട്രസ്റ്റിലും കാര്യങ്ങളിലും ഒക്കെ. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന പിക്ചേഴ്സും വീഡിയോസും ഇതൊക്കെ നമ്മൾ ഒരു പെൻ ഡ്രൈവിലാക്കി സേവ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഒരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കി നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. പിന്നെ അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാളെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു ഇന്റീരിയർ ഡിസൈനർ, അതും നല്ലൊരു ഇന്റീരിയർ ഡിസൈനറിനെ ഹയർ ചെയ്യുക. നിങ്ങൾ അത് പണി അറിയാവുന്ന ആൾക്കാർക്ക് അതിനുവേണ്ടി ഇപ്പം ഡോക്ടറിന്റെ അടുത്ത് പോയാലല്ലേ നമ്മൾ ചികിത്സ ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ ഒരു ഇന്റീരിയർ ഡിസൈനറിനെ നിങ്ങൾ കണ്ടെത്തി അവർക്ക് അത് ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് നിങ്ങൾക്ക് തരാൻ പറ്റും. എസ്പെഷ്യലി ഒരു കൺസൾട്ടേഷൻ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഒരു 2-3 കൺസൾട്ടേഷൻ എടുത്താൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് കുറച്ച് ടിപ്സ് വേണമെന്ന് കൂട്ടിക്കോളൂ. അതായത് ഒരു ട്രെൻഡിന്റെ ബേസിസിൽ പോകാണ്ട് എപ്പോഴും കുറേ കാലത്തേക്ക് അത് ഒരു ട്രെൻഡി ആയിട്ട് തന്നെ ഇരിക്കണം. അതായത് കുറേ കാലത്തേക്ക് അത് ഔട്ട്ഡേറ്റഡ് ആകാൻ പാടില്ല. ഒരു ടൈംലെസ് ലുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിന് വേണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് ടിപ്സ് തരാമെന്ന് വിചാരിച്ചു. സോ ആദ്യത്തെ ടിപ്പ് എന്താണെന്നറിയോ? നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെ അത് നമുക്ക് കുറേ ഒരു ടൈംലെസ് ലുക്ക് നമ്മുടെ വീട്ടിന് തരും. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്ന സ്റ്റോൺ, വുഡ്, ഫാബ്രിക് അല്ലെ, കോട്ടൺ, ഇതുപോലത്തെ ഫാബ്രിക്, വുൾ, ലെതർ, ഇതെല്ലാം ഒരു നാച്ചുറൽ പ്രോഡക്ട്സ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. അപ്പം എന്ന് വെച്ചാൽ ഇതെല്ലാം ടൈംലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ട്രഡീഷണൽ ആയിട്ട് ഒരു കേരള സ്റ്റൈലിലായിട്ട് ഒരു വീട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വുഡിനെ ട്രഡീഷണൽ മെത്തേഡിൽ കൈകാര്യം ചെയ്യും അല്ലേ. കുറച്ച് കാർവിങ്, കുറച്ചൊരു കർവ്സ് ആൻഡ് ട്വിസ്റ്റ് എല്ലാം കൊടുത്ത് ആ വുഡിനെ അതിനനുസരിച്ചിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ അതിന് കൂടുതലും യൂസ് ചെയ്യുന്ന ചില പെർട്ടിക്കുലർ വുഡ് ഉണ്ട്. അതായത് തേക്ക് ആകട്ടെ, അല്ലെങ്കിൽ അക്കേഷ്യ, ഇങ്ങനത്തെ പല വുഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കുറച്ചുകൂടി ഡാർക്കർ ആൻഡ് ഡെൻസർ ആൻഡ് കുറച്ചുകൂടി ഗ്രെയിനിയർ ആയിട്ടുള്ള വുഡൊക്കെ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലോങ് വിത്ത് ഷെയ്ഡ്സ് ഓഫ് വൈറ്റ് ഓർ ഓഫ് വൈറ്റ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ കാണാൻ നല്ല അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈംലെസ് ലുക്ക്, ഔട്ട്ഡേറ്റഡ് ആകാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നേരെ മറിച്ച് മോഡേൺ ആയിട്ട് കണ്ടംപററി ആയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിലും നമുക്ക് ലൈറ്റർ ഷെയ്ഡ്സ് ഓഫ് വുഡ് അല്ലെങ്കിൽ വാൾനട്ട് പോലത്തെ ഡാർക്കർ ഷെയ്ഡ്സ് ഓഫ് വുഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ട്രെൻഡി ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടുള്ള ഫർണിച്ചർ യൂസ് ചെയ്ത് അതിനോടൊപ്പം ലൈറ്റ് ഷെയ്ഡ്സ്, ന്യൂട്രൽ, ഓഫ് വൈറ്റ് ആൻഡ് വൈറ്റ് ഷെയ്ഡ്സിന്റെ വാൾ കളേഴ്സും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായി മേർജ് ചെയ്ത് പോകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സോ ഇതൊരു ബേസിക് ഒരു ക്യാൻവാസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നെക്സ്റ്റ് വരുന്നത് കളേഴ്സിനെ കുറിച്ച്. കളേഴ്സ് ഒരു വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യും കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ എസ്തെറ്റിക്സിന്. പ്രത്യേകിച്ചും ഒരു ടൈംലെസ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ന്യൂട്രൽ ഷെയ്ഡ് ലൈക്ക് വൈറ്റ്, ഓഫ് വൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ കളേഴ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. വെദർ ഇറ്റ് ബി വാളിൻ്റെ കളേഴ്സ് ആകട്ടെ, കേർട്ടൻസിൻ്റെ കളേഴ്സ് ആകട്ടെ, അല്ലെങ്കിൽ ബേസിക് ഫർണിച്ചറിൻ്റെ കളേഴ്സ് ആകട്ടെ. അപ്പോൾ വാൾ കളേഴ്സിന് ഒരു മൊണോക്രോമാറ്റിക് വാൾ ആൻഡ് സീലിംഗ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടും ഇരിക്കും, സട്ടിൽ ആൻഡ് സിമ്പിൾ ആയിട്ടും ഇരിക്കും, ആൻഡ് അത് ടൈംലെസ് ആയിട്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ലെയേഴ്സ് ഓഫ് കളേഴ്സ് ആഡ് ചെയ്യാം. അതെങ്ങനെയാണ്? കുഷൻസിലാകട്ടെ, പിന്നെ എന്താ പറയുക, സൈഡ് ബോർഡേഴ്സിലാകട്ടെ, അല്ലെങ്കിൽ ഒരു ആക്സെന്റ് ചെയർ ആകാം, ആക്സെന്റ് വാൾസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കളർഫുൾ ആയിട്ടുള്ള എലിമെന്റ്സ് ലൈക്ക് വാൾ പെയിന്റിങ്സിൽ, ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമ്മൾ കളേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ട്രഡീഷണൽ ടച്ച് ആണ് വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫാബ്രിക്കും അതിനനുസരിച്ചിട്ടുള്ള വാൾ പെയിന്റ്, അതായത് വാൾ പെയിന്റ് ഹാങ്കിങ്സ് എല്ലാം കൊടുക്കാൻ പറ്റും.
പക്ഷെ ഇപ്പൊ മോഡേൺ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ ഫ്രെയിംസ് ഡിഫറെന്റ് ആക്കുക. അപ്പൊ അങ്ങനെ നമുക്കതിനെ കണ്ടംപററി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ വളരെ ഹൈ ഗ്ലോസ് ഫിനിഷസ് യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പൊ ഫ്ലോറിംഗിലായാലും വളരെ വളരെ ഹൈ ഷൈനിങ് മെറ്റീരിയൽ ആയിട്ടുള്ള വിട്രിഫൈഡ് ടൈലൊക്കെ ചിലർ ഇടാറുണ്ട്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റാത്ത പ്രോഡക്ട്സ് ആണ് അല്ലേ. പിന്നെ കിച്ചണിൽ മോഡ്യുലർ കിച്ചണിൽ വളരെ ഹൈ ഗ്ലോസ്, ഹൈ ഗ്ലോസ് ഇസ് ഓക്കെ, പക്ഷെ ടു മച്ച് ഓഫ് ഗ്ലോസ് ആൻഡ് ടു മച്ച് ഓഫ് ലൈറ്റ് അതിൽ റിഫ്ലക്ട് ചെയ്തുകൊണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ അതിന്റെ ട്രെൻഡ് ഔട്ട് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും ജാസി ആയിട്ടുള്ള കളേഴ്സ് ലൈക്ക് പേർപ്പിൾ ആൻഡ് ഗ്രീൻ ആൻഡ് റെഡ് ഇതൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഔട്ട്ഡേറ്റഡ് ആയി പോകും. അതേപോലെ വാർഡ്രോബ്സിൽ ലാമിനേറ്റ്സ് കൊടുക്കുമ്പം ഒരുപാട് ടെക്സ്ചേഴ്സും പ്രിന്റ്സും ഇങ്ങനെ മൾട്ടി കളേഴ്സ് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പം ആദ്യം അത് കാണാനായിട്ടോ ഇത് ഭയങ്കര ട്രെൻഡിലാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ പിന്നെ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ലുക്കും ഒക്കെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആകും. അതങ്ങ് ചീപ്പ് ലുക്കിംഗ് ആയിട്ട് മാറാൻ പോസിബിലിറ്റി ഉണ്ട്. നാലാമത്തേത് ലൈറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ആദ്യമേ ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ടു എംഫസൈസ് ദിസ്. ലൈറ്റിംഗ്, ലേയേഴ്സ് ഓഫ് ലൈറ്റിംഗ് കൊടുക്കുക. വൈറ്റ് ലൈറ്റ് കഴിവതും അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ഇന്ത്യൻ ഹൗസസിൽ വൈറ്റ് ലൈറ്റ് ആണ് നമുക്കെല്ലാം ഇഷ്ടം. ബിക്കോസ് നമ്മൾ വിചാരിക്കുന്ന ഓഫ് വൈറ്റ് ആണെങ്കിൽ ഭയങ്കര ഡിമ്മായി പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിൽ തന്നെ പല വോട്ടേജ് ഉള്ള ലൈറ്റ് കിട്ടും. ആൻഡ് യു ഷുഡ് ഓൾവേസ് യൂസ് ലേയേഴ്സ് ഓഫ് ലൈറ്റ് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ ആംബിയൻറ്റ് ലൈറ്റ് ഉണ്ട്, ടാസ്ക് ലൈറ്റ് ഉണ്ട്, ആക്സെന്റ് ലൈറ്റ് ഉണ്ട്. ആംബിയൻറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഓവറോൾ ആംബിയോൺസിന് വേണ്ടിയിട്ട്, അതായത് ഓവറോൾ ലുക്കിന് വേണ്ടി ഒരു സൂതിങ് ഇഫക്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ലൈറ്റും, ടാസ്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യണം. ഇപ്പോൾ കിച്ചണിൽ നമ്മൾ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കൗണ്ടർ ടോപ്പിന്റെ മേളിൽ വാൾ ക്യാബിനറ്റ്സിന്റെ അടിയിൽ നമ്മൾ ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടും ഇഫക്റ്റീവായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. അത് ടാസ്ക് ലൈറ്റ്. ഇപ്പം സ്റ്റഡി ടേബിളിൽ നമ്മളൊരു ടേബിൾ ലാമ്പ് വെച്ചേക്കത്തില്ലേ, അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പുസ്തകത്തിന്റെ പുറത്ത് വീഴും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അത് ടാസ്ക് ലൈറ്റ് ആയി. റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ലൈറ്റ്സ്. ആൻഡ് ദെൻ ആക്സെന്റ് ലൈറ്റ്സ്, അതായത് ഇപ്പോൾ ഒരു ഫ്ലോർ ലാമ്പ് വെച്ചു, അതൊക്കെ ആക്സെന്റ് ലൈറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ വളരെയധികം ശ്രദ്ധിക്കാനുള്ള ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡു നോട്ട് ഓവർ ക്രൗഡ്. അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇന്റീരിയേഴ്സ് എല്ലായിടവും ഫിൽ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ചില സ്ഥലങ്ങൾ എം ടി ആയിട്ടും വിടണം. ചില വാൾസ് നമ്മൾ വെറുതെ വിട്ടാലേ മറ്റേ വാൾസിന്റെ ഭംഗി കൂടത്തുള്ളൂ. അപ്പൊ എല്ലാ വാൾസിലും എന്തെങ്കിലും ഒന്ന് ഹാങ് ചെയ്യണം എന്നുള്ള നിർബന്ധം പാടില്ല. അതേപോലെ എല്ലാ കോർണേഴ്സും ഫിൽ ചെയ്യാനുള്ള ആവശ്യമില്ല. ഒരു കോർണർ വെറുതെ വിടുകയാണെങ്കിലും അതിനൊരു അഴകുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഞാൻ പറയും, ഒരു മീനിങ് ഫുൾ ആർട്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് വാൾ ഹാങ്കിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ടിഫാക്റ്റ് നമ്മൾ മേടിക്കുമ്പം അതിനൊരു സ്റ്റോറി, അതിനൊരു മീനിങ് ഉണ്ടാകണം. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വളരെ ട്രഡീഷണൽ പെയിന്റിങ് എടുത്ത് ഒരു കണ്ടംപററി ഒരു സ്ഥലത്ത് നമ്മൾ വെക്കുമ്പം അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അറിയണം. എന്ന് വെച്ചാൽ ഒരു കേരള മ്യൂറൽ, ഒരു ഒത്തന്റിക് കേരള മ്യൂറൽ പെയിന്റിങ് എടുത്തിട്ട് നമ്മളൊരു ഭയങ്കര കണ്ടംപററി ആയിട്ടുള്ള ഒരു വീട്ടിൽ വെക്കുമ്പോൾ അത് വെച്ചൂടാന്നില്ല. പക്ഷെ അത് വെക്കുന്ന സമയത്ത് നമ്മളൊരു ട്രഡീഷണൽ ഫ്രെയിം ഇടാതെ അതിനൊരു മോഡേൺ ട്രെൻഡി ആയിട്ടുള്ള ഒരു സ്ലീക്ക് ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഹ്യൂജ് പെയിന്റിംഗ് ആയിട്ട് അതൊരു ആക്സെന്റ് വാളിൽ വെക്കുകയാണെങ്കിൽ അതിനൊരു വേറെ തന്നെ ലുക്ക് ഉണ്ടാവും. അതേ സമയത്ത് ഇപ്പൊ നമ്മൾ നമ്മുടെ സെറ്റപ്പ്, നമ്മുടെ വീട് സിമ്പിൾ ആണ്, ചെറിയ വീടാണ്, എന്നാലും അതിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അതിന്റെ മെമ്മറിക്കായിട്ട് നിങ്ങൾ അത് സൂക്ഷിക്കാം. അതിന് ഷോക്കേസ് വേണമെന്നില്ല, സൈഡ് ടേബിൾസിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആർട്ടിഫാക്ട്സ് ഒക്കെ വെക്കാം. സോ ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങളുടെ വീട്ടിൽ യോർ ഹൗസ് ഷുഡ് ടെൽ യോർ സ്റ്റോറി. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമ്മുടെ പേഴ്സണാലിറ്റി ആൻഡ് നമ്മുടെ ടേസ്റ്റിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ വീട്ടിന് ഏജ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. സോ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് you have to keep motivating me so that I can give you more information, more videos. So next video കാണുന്നവരേക്കും bye.